മുറിവുകളിലൂടെയാണ് ശരീരത്തിനുള്ളിലെത്തുക. മാംസം തുളച്ച് ഉള്ളിലേക്ക് കയറും. അതികഠിനമായ വേദനയാണ്. മനുഷ്യരുടെ മാംസം കഴിച്ച് പെറ്റുപെരുകി അവസാനം മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു പാരാസൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ചില സിനിമകളിലൊക്കെ ഇങ്ങനെ ഒരു സീൻ കണ്ടിട്ടുണ്ടാകുമല്ലേ? ലോകത്ത് അങ്ങനെ ഒരു ജീവിയുണ്ടോ? എന്നാൽ ഉണ്ട്. US ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയിൽ ആദ്യമായി ഒരു മനുഷ്യനിൽ ന്യൂ വേൾഡ് സ്ക്രൂവേം എന്ന മാംസഭോജി പരാതത്തിന്റെ കേസ് റിപ്പോർട്ട് ചെയ്തതായി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് അറിയിച്ചു. എൽ സാൽവദോറിൽ നിന്ന് മേരിലാൻഡിലേക്ക് മടങ്ങിയെത്തിയ ഒരു രോഗിയിലാണ് കേസ് സ്ഥിരീകരിച്ചത്. 50 വർഷത്തിനിടെ ആദ്യമായാണ് മാംസം ഭക്ഷിക്കുന്ന സ്ക്രൂവേം പരാതബാധ മനുഷ്യരിൽ സ്ഥിരീകരിക്കുന്നത് എന്നത് ആരോഗ്യമേഖലയിൽ കനത്ത ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. സ്ക്രൂവേം യഥാർത്ഥത്തിൽ ഒരു പുഴുവല്ല, മറിച്ച് ന്യൂ വേൾഡ് സ്ക്രൂവേം എന്ന ഒരു ഈച്ചയാണ്. ഇതിന്റെ ലാർവകൾ മൃഗങ്ങളിലാണ് കാണാറുള്ളത്. അപൂർവ സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ മാംസവും ഇവ ഭക്ഷിക്കും. തുറന്ന മുറിവുകളുടെ ശരീരത്തിനുള്ളിലെത്തുന്ന ഇവ ശരീര കലകളെയാണ് ഭക്ഷണമാക്കുന്നത്. ഈ പെണ്ണീച്ചകൾ ഊഷ്മള രക്തമുള്ള ജീവികളുടെ മുറിവുകളിലാണ് മുട്ടയിടുന്നത്. ഈ മുട്ടകൾ 100 കണക്കിന് ലാർവകളായി വിരിയുകയും ഇവ മൂർച്ചയുള്ള വായു ഉപയോഗിച്ച് ജീവനുള്ള മൃഗങ്ങളുടെ മാംസത്തിൽ തുരന്നു കയറി ഭക്ഷിക്കുകയും ചെയ്യും. മുറിവുകളിലോ മൂക്ക്, വായ, കണ്ണുകൾ തുടങ്ങിയ ശരീരത്തിന്റെ തുറന്ന ഭാഗങ്ങളിലോ ആണ് ഇവ മുട്ടയിടുന്നത്. ന്യൂ വേൾഡ് സ്ക്രൂവേമിന്റെ പെണ്ണീച്ചകൾ മുറിവുകളിൽ 100 കണക്കിന് മുട്ടകളിടും. 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ഈ മുട്ടകൾ വിരിഞ്ഞ് ലാർവകൾ പുറത്തുവരും. ഇവ സ്ക്രൂ പോലെ തുരന്നു കയറുന്നതിനാലാണ് സ്ക്രൂവേം എന്ന പേര് ലഭിച്ചത്. മുറിവുകളിൽ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഈ ലാർവകൾ കൃത്യസമയത്ത് ചികിത്സിച്ചില്ല എങ്കിൽ മരണം സംഭവിക്കുമെന്നത് ഉറപ്പാണ്. സ്ക്രൂവേം മൂലമുണ്ടാകുന്ന അണുബാധയും വളരെ വേദനാജനകമാണ്. മുറിവുകൾ ഏറെക്കാലം ഉണങ്ങാതെ ഇരിക്കുക, മുറിവിനുള്ളിലും കണ്ണ്, വായ, മൂക്ക് എന്നിവയിലും എന്തോ ഉള്ളതുപോലെ അനുഭവപ്പെടുക, അണുബാധയുള്ള ഭാഗത്ത് നിന്ന് ദുർഗന്ധം ഉണ്ടാവുക, മുറിവിൽ പുഴുക്കൾ ഉണ്ടാവുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണം. മൃഗങ്ങളിൽ ബലഹീനത, ചലനക്കുറവ്, ഭാരം കുറയുക, അസാധാരണ പെരുമാറ്റം എന്നിവയാകും കാണപ്പെടുക. മനുഷ്യരിലാണെങ്കിൽ കടുത്ത വേദനയും വീക്കം, പനി, മറ്റ് ബാക്ടീരിയൽ അണുബാധ എന്നിവയും ഉണ്ടാകാം. ഈ മുറിവുകളിലെല്ലാം ലാർവകളുടെ സാന്നിധ്യവും കാണാനാകും. ഇതിന്റെ ചികിത്സയും വേദനാജനകമാണ്. 100 കണക്കിന് ലാർവകളെ കൈകൊണ്ട് വേണം നീക്കം ചെയ്യാൻ. ശേഷം മുറിവുകൾ അണുവിമുക്തമാക്കണം. മറ്റ് അണുബാധകൾ ഉണ്ടാകാതിരിക്കാൻ ആന്റിബയോട്ടിക്സ് ആകും നൽകുക. മൃഗങ്ങളിൽ ലാർവകളെ കൊല്ലാനും പുനർബാധ തടയാനും കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ശരിയായ പരിചരണത്തോടെ രോഗമുക്തി സാധ്യമാണ്. എന്നാൽ ചികിത്സിക്കാതെ വിട്ടാൽ മരണം വരെ സംഭവിക്കാം. US മനുഷ്യർക്കുള്ള പ്രത്യേക മരുന്നുകൾ FDA അംഗീകരിച്ചിട്ടില്ലെങ്കിലും മൃഗങ്ങൾക്കായി അടിയന്തര ഉപയോഗത്തിന് മരുന്നുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പൊതുജനാരോഗ്യത്തിന് ഏറെ ആശങ്കയില്ലെന്ന് CDC അവകാശപ്പെടുമ്പോഴും മൃഗങ്ങളിൽ പരാതബാധ ഉണ്ടാകുന്നത് ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് CDC വിശദമാക്കുന്നുണ്ട്. ഇറച്ചി വിൽപ്പനക്കാർക്കും കന്നുകാലി വളർത്തുന്നവർക്കും ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ കന്നുകാലി വളർത്തലിന്റെ കേന്ദ്രമായ ടെക്സാസിൽ $1.8 ബില്യൺ നഷ്ടമുണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ സ്ക്രൂവേം ഈച്ചകൾ ഇരകളെ തേടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കും. മേരിലാൻഡിലെ രോഗി അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ മനുഷ്യ കേസാണ്. മധ്യ അമേരിക്കയിൽ നിന്ന് തെക്കൻ മെക്സിക്കോയിലേക്ക് സ്ക്രൂവേം വ്യാപിക്കുന്നതിനാൽ കന്നുകാലി ഉടമകളും വ്യാപാരികളും ജാഗ്രതയിലാണ്.